ഹായ് പറഞ്ഞേ മോഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വൈദേഹി മോളുടെ കലാം വേൾഡ് റെക്കോർഡ് കിട്ടിയതിൻ്റെ അവാർഡ് മേടിക്കാൻ വേണ്ടി ചെന്നൈ വരെ ഒന്ന് പോവുകയാണ്. അപ്പം വൈകിട്ട് 3 മണിക്കുള്ള ട്രെയിനിലാണ് പോയിരിക്കുന്നത്. നമ്മളെ വണ്ടി ഇതാ വന്നിട്ടുണ്ട്. നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് വണ്ടി കയറിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, മോൾ എങ്ങനെ ആയിരിക്കുമെന്ന്. കാരണം ഫസ്റ്റ് ലോങ് ട്രിപ്പാണ്, പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഫുഡെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കമ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരുമായിട്ട് അവൾ നല്ല കമ്പനിയായി. ഫുൾ എൻജോയ് ആയിരുന്നു കേട്ടോ. പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ കളിച്ച് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട്. അപ്പോൾ ആദ്യം ആ ട്രെയിനിലുള്ളവർക്ക് മീൻസ് രാത്രിയിൽ കുട്ടി കരയോ, ഞങ്ങൾ ഉറക്കത്തിന് അതൊരു ശല്യമാവോ എന്നൊക്കെ ഉള്ളൊരു അതൊക്കെ ടോക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവൾ സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ 7 മണിയായിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷായിട്ട് നമ്മളിതാ ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ വന്നിറങ്ങാൻ പോവുകയാണ് ഗേസ്. അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ നടന്നു വരുവാണ്. രാവിലെ 7 മണിയാണ്. ഇന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പോളിയോ ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്ന് ഇറങ്ങുന്ന എൻട്രൻസിൽ തന്നെ നമുക്ക് പോളിയോ മരുന്നിന് കൊടുക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അവരപ്പം തന്നെ നമ്മളെ വിളിച്ച് നമ്മൾ മോക്ക് പോളിയോ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്. പോളിയോ കൊടുക്കുന്നതാണ്. ആ ഫ്രണ്ടിലോട്ട് ഇറങ്ങുന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ നമുക്ക് നല്ലൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല. നീറ്റ് ആൻഡ് ക്ലീൻ അടിപൊളിയായിട്ട് അവരെപ്പോഴും വൃത്തിയാക്കി ഇട്ടേക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റെയിൽ കോച്ച് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ കയറി നമ്മൾ ദോശയാണ് കേട്ടോ കഴിച്ചത്. നെയ് റോസ്റ്റാണ് കഴിച്ചത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് കറക്റ്റ് നെയ് റോസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് അവിടെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നമ്മളെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ പാണ്ഡ്യൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ അങ്ങോട്ടത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റോളമൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ പാണ്ഡ്യൻ റെസ്റ്റോറൻറ്റിൽ എത്താൻ വേണ്ടിയിട്ട് 15 മിനിറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മളത് ആ ഹോട്ടലിലേക്ക് നമുക്ക് ഇന്ന് തന്നെയാണ് ഫംഗ്ഷൻ. ഒരു 12:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫംഗ്ഷൻ ഓഡിറ്റോറിയത്തിലെത്തണം. അങ്ങനെ ഓട്ടോയിലിരുന്ന് ചെന്നൈയിലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പാൻഡ്യൻ റെസ്റ്റോറൻറ്റിൽ എത്തി കേട്ടോ. അപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ റൂമിലോട്ട് പോയിട്ട് റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. കാരണം കുഞ്ഞിനെയൊക്കെ റെഡിയാക്കി ഇറങ്ങുമ്പോൾ തന്നെ ഒരു സമയമാവുമല്ലോ. അതുകൊണ്ട് പിന്നെ ഉടനെ തന്നെ കുളിച്ച് റെഡിയായി. ഫസ്റ്റ് ഞാൻ തന്നെയാണ് കേട്ടോ റെഡി ആയത്. കാരണം ഞാൻ റെഡി ആയിട്ടാണ് എപ്പോഴും ഞാൻ അവളെ റെഡിയാക്കാറുള്ളത് കേട്ടോ. അപ്പം ഞാൻ റെഡി ആയതിന് ശേഷം കുഞ്ഞിനെ ഒരുക്കിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ ഈ ഫ്രോക്ക് എനിക്കൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലൊന്ന് കമൻറ്റ് അടിക്കണേ. അങ്ങനെ കുഞ്ഞൂസിനെ ഒരുക്കിയ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ തലയിരിക്കുന്ന സാധനമൊക്കെ അങ്ങ് എത്തി അത്ര തന്നെ കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങി നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാക്സി വന്നിട്ട് ടാക്സി കയറി. ഏകദേശം ഇവിടുത്തെ ഒരു 3/4 മണിക്കൂറോളം എടുക്കും കേട്ടോ. ടെക് ഓഡിറ്റോറിയമാണ്. അപ്പം അവിടെ എത്തണം. അപ്പോൾ ഉച്ചക്കലത്തുള്ള ഫുഡ് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. അതൊക്കെ നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എത്ര ആൾക്കാരാണോ വരുന്നത്, മാക്സിമം 5 പേർക്കാണ് കേട്ടോ വരാൻ പറ്റുന്നത്. ഞങ്ങൾ കുഞ്ഞുൾപ്പെടെ ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ അവർ നേരത്തെ തന്നെ നമ്മളടുത്ത് ചോദിച്ച് എല്ലാം അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞൂസ് നല്ല ഉറക്കമാണ്. അപ്പം ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഒരുവിധം നമ്മൾ കേരളത്തിൽ തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. മലയാളീസ് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മുടെ എറണാകുളത്തുനിന്ന് ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവരുമായിട്ട് നേരത്തെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ സാർ APJ അബ്ദുൽ കലാം സാറ്. പിന്നെ നമ്മളവിടെ ചെന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ബാഡ്ജും ഒക്കെ തരും കേട്ടോ. അതൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെക്കണം. അതെല്ലാം മേടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്തു, പോയി ഫുഡ് കഴിച്ചു. ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടുത്തെ ഒരു സ്പൈസി മന്തി കണക്കത്തെ ഒരു ഫുഡായിരുന്നു കേട്ടോ. എഗ്ഗും ചിക്കൻ ഫ്രൈ ഒക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ അത് അവർ നമുക്ക് കുറേ മെസ്സേജസ് ഇവിടെ നിന്ന് തരുന്നുണ്ട് കേട്ടോ. അതിലേറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ലൊരു മെസ്സേജായിട്ട് തോന്നിയത് ഇതാണ്: ഇഫ് യു ബിലീവ് യു വിൽ യു ക്യാൻ. അതിനുശേഷം നമ്മൾ ഹാളിനുള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഹാളിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ സ്ക്രീനിൽ നമ്മൾ എല്ലാ കുട്ടികളെ ഫോട്ടോസും കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ അവാർഡാണോ കിട്ടിയത് ആ കുഞ്ഞുങ്ങളെല്ലാ ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കുള്ള മാത്രമല്ല വുമൺസിൻ്റെയും കൂടെ ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിലോട്ട് കയറി ഇരുന്നിട്ടുണ്ട്. ഏകദേശം 2 മണിയോട് അടുപ്പിച്ച് നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. 2ാമത്തെ പേരായിരുന്നു കേട്ടോ. നമ്മുടെ വൈദേഹി മോക്കുള്ള 2ാമത്തെ അവാർഡായിരുന്നു. അങ്ങനെ Next, I invite Vijay Nave for extraordinary grasping for Genius Kid on the stage. Next, Tulin Mayuri, please get ready.
Next I invite SP Tulir Mayuri for extraordinary grasping power genius A. അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തെ അത്രയും ഉണ്ട് കേട്ടോ ഇതൊക്കെ മേടിച്ചിറങ്ങി. അപ്പോൾ മേടിച്ചിറങ്ങുമ്പോൾ തന്നെ അവരവിടെ നിന്ന് കിറ്റും കൂടെ തരും കേട്ടോ. ഇതെല്ലാം നമുക്ക് ഇട്ട് കൊണ്ടുപോകാനുള്ള. പിന്നെ അവിടെ വന്നിരിക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെ ടാലൻ്റ് ഉണ്ട് അതെല്ലാം ആ സ്റ്റേജിൽ കയറിയിട്ട് ചെയ്യാനുള്ള അവസരം അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ഒരുപാട് ഡാൻസും പാട്ടുമായിട്ട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒത്തിരി സമയം അവിടെ ഇരുന്നു, ഏകദേശം 4 മണിയോളം ഇരുന്നു. പിന്നെ പുറത്ത് നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വന്ന എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഫോട്ടോസ് എടുക്കാൻ ഇതൊക്കെ കാണാനും എന്താ അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു അത്രയും നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ. ഒത്തിരി കുഞ്ഞുമക്കളുണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി കുഞ്ഞുമക്കളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പാരൻസിനും കൂടെ വന്നവർക്കൊക്കെ സംസാരിക്കാനുള്ള അവസരവും ഇവർ നൽകുന്നുണ്ട് കേട്ടോ. ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്ന അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു പോലീസ് ഓഫീസറാണ് ഇന്നത്തെ അവിടെ ഒരു ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മാഡത്തിനെയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ പുറത്തിറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ടാക്സി വിളിച്ചു. കൊണ്ടാക്കിയ ടാക്സി ഡ്രൈവറിനെ തന്നെയാണ് വിളിച്ചത്. പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ നേരമാകുമ്പോൾ വിളിച്ചാൽ മതി, 1 മണിക്കൂർ മുന്നേ വിളിച്ചാൽ മതി, വന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, ഇതൊക്കെ ഒരു സ്പെഷ്യൽ മൊമെൻറ്റ്സ് ആണ് കേട്ടോ. നമ്മളെ മക്കളെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുക. വേണമെങ്കിൽ നമുക്കിത് കൊറിയറായിട്ട് മേടിക്കാം. കൊറിയറായിട്ട് മേടിച്ചാൽ നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ അവർക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു അച്ചീവ്മെൻ്റാണ്. അപ്പോൾ എന്തായാലും അവിടെ ഓൺ സ്റ്റേജിൽ തന്നെ പോയി മേടിക്കുക എന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടാണ് ഇവിടെ വന്നത്. എന്തായാലും വന്നത് വെറുതെ ആയില്ല. നല്ലൊരു സ്റ്റേജ് തന്നെയായിരുന്നു, നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അവർക്കും അതൊരു മോട്ടിവേഷൻ ആയിക്കൊണ്ടിരിക്കും ഇതുപോലെയൊക്കെ. അതുകൊണ്ട് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ അതാ കുഞ്ഞൂസ് ഇറങ്ങിയപ്പോൾ കുഞ്ഞൂസിൻ്റെ ഫോട്ടോസൊക്കെ നോക്കിയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.